ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. 130ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 സുപ്രധാന ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. വിമർശിച്ച് പ്രതിപക്ഷം. ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പണം ഈടാക്കിയുള്ള ഓൺലൈൻ ഗെയിമിംഗ് സേവനങ്ങൾ, പരസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വിലക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. അടുത്ത തലമുറ ജിഎസ്ടി പരിഷ്കാരങ്ങൾ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിനായി 1100 കോടി രൂപ അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. 2025ലെ ഭരണഘടനാ 130ാം ഭേദഗതി ബിൽ, 2025ലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സർക്കാർ ഭേദഗതി ബിൽ, ജമ്മു കശ്മീർ പുനഃസംഘടന ഭേദഗതി ബിൽ 2025 എന്നിവ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലുകൾ അവതരിപ്പിച്ചത്. मैं प्रस्ताव करता हूं कि भारत के संविधान का संशोधन करने वाले विधेयक को पुनर्स्थापित करने की अनुमति दी जाए. महोदय, मैं प्रस्ताव करता हूं कि जम्मू कश्मीर पुनर्गठन अधिनियम 2019 का संशोधन करने वाले विधेयक को पुनर्स्थापित करने की अनुमति दी जाए. संघ राज्य क्षेत्र शासन अधिनियम 1963 का संशोधन करने वाले विधेयक को पुनर्स्थापित करने की मंजूरी दी जाए. കോൺഗ്രസ്, എഐഎംഐഎം, സമാജ്വാദി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ എതിർത്തു. ബിൽ ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ സംവിധാനത്തിനെതിരാണെന്നും പ്രതിപക്ഷം വിശേഷിപ്പിച്ചു. ബില്ലുകൾ അധികാര വിഭജന തത്വത്തെയും സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെയും ലംഘിക്കുന്നതായി അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് ബില്ലെന്ന് ആർഎസ്പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. What is the undue haste and urgency in bringing such a constitutional amendment bill? The introduction of the bill itself is lacking bona fides. The bill is lacking bona fides. That is why I would like to say that this is with a mala fide intention to destabilize the opposition-ruled states in various parts of the country now. ബില്ലുകൾ കൂടുതൽ പരിശോധനയ്ക്കായി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിരവധി തവണ നിർത്തിവച്ച ഇരുസഭകളും ബില്ലുകളിന്മേലുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞു. പണം ഈടാക്കിയുള്ള ഓൺലൈൻ ഗെയിമിംഗ് സേവനങ്ങൾ, പരസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വിലക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കി. ഓൺലൈൻ ഗെയിമിംഗിന്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതത്തിൽ നിന്നും യുവജനങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നിയമം ലംഘിച്ചാൽ 3 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റം ആവർത്തിക്കുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ തടവിനും 2 കോടി രൂപ വരെ പിഴയ്ക്കും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ഇന്ന് ബില്ലിന് രാജ്യസഭ അംഗീകാരം നൽകി. ലോക്സഭ നേരത്തെ തന്നെ ബിൽ പാസാക്കിയിരുന്നു. രാജ്യത്ത് പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നൽകുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. 2017ലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. വടക്കുകിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായി അസമിലെ ഗുവാഹത്തിയിൽ ആരംഭിക്കുന്ന ഐഐഎം നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 26ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് സഹ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി അദ്ദേഹം ചർച്ച നടത്തും. റഷ്യയിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി ഇന്ത്യ റഷ്യ ബന്ധം, ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നിവയിൽ ചർച്ച നടത്തിയതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി ഇന്നലെയാണ് മോസ്കോയിലെത്തിയത്. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻഡിഎ സ്ഥാനാർത്ഥി സിപി രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. ഐഎൻഡിഎ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിനം നാളെയാണ്. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്.
എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സിപി രാധാകൃഷ്ണൻ മികച്ച ഉപരാഷ്ട്രപതിയായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പുരോഗതിയിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയെ സമ്പന്നമാക്കാൻ ശ്രീ രാധാകൃഷ്ണന് സാധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ എക്സ് ഹാൻഡിലും ലഭ്യമാണ്. അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ GST കൌൺസിൽ സംഘടിപ്പിച്ച യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാധാരണക്കാർ, കൃഷിക്കാർ, രാജ്യത്തെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് സുതാര്യവും ലളിതവുമായ ഒരു നികുതി സംവിധാനമാണ് പുതിയ GST പരിഷ്കാരങ്ങളെന്ന് ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷം ജൂണിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അംഗങ്ങളായത് 21.89 ലക്ഷം പേർ. 2018 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. ഈ മാസം 10.62 ലക്ഷത്തോളം പുതിയ അംഗത്വങ്ങൾ സൃഷ്ടിച്ചതായും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിനെ അപേക്ഷിച്ച് 3.61% വർധനയാണ് ഉണ്ടായത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ വിഷയത്തിൽ UN രക്ഷാസമിതിയിൽ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ച് ഇന്ത്യ. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് 1971 നടന്ന കൂട്ടബലാത്സംഗം മുതൽ പാകിസ്ഥാൻ ഇത് തുടരുകയാണെന്നും സമിതിയിലെ ഇന്ത്യൻ പ്രതിനിധി എൽദോസ് മാത്യു പുന്നൂസ് അഭിപ്രായപ്പെട്ടു. സ്വന്തം ഭൂമിയിൽ ന്യൂനപക്ഷങ്ങളെ അടക്കം ദ്രോഹിക്കുന്ന പാകിസ്ഥാൻ മനുഷ്യാവകാശ സംരക്ഷകരായി സ്വയം അവകാശപ്പെടുന്നത് വിചിത്രമാണെന്നും കശ്മീർ വിഷയത്തിലെ പാക് പരാമർശങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. The utter impunity with which Pakistan army perpetrated heinous crimes of gross sexual violence against hundreds of thousands of women in erstwhile East Pakistan in 1971 is a matter of shameful record. This deplorable pattern continues unabated and with impunity to this day. It is ironical that those who perpetrate these crimes are now masquerading as champions of justice. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള 1,27,601 വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിനായി 1,100 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം അനുമതി നൽകി. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ പട്ടികവർഗ്ഗക്കാർക്ക് 1,000 രൂപ വീതം ഈ വർഷം ഓണസമ്മാനമായി നൽകാനും തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിലും വകുപ്പ് കാര്യാലയങ്ങളിലും കുടിശ്ശികയുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ ഈ മാസം 31 വരെ നടക്കുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതിയും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം വിലയിരുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 11 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേളാരി സ്വദേശിനിയായ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ളവരുടെ എണ്ണം 3 ആയി. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണത്തിന് 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 25 ലക്ഷത്തോളം കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഖസാക്കിസ്ഥാനിലെ ഷിംകന്റിൽ പുരോഗമിക്കുന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. ഇന്ത്യയുടെ സൌരഭ് ചൌധരി, സുരുചി ഇന്ദർ സിംഗ് സഖ്യം ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തി വെങ്കലം നേടി. ഇതോടെ ടൂർണമെന്റിലെ സീനിയർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4 ആയി. നിലവിൽ ഇന്ത്യ 6 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും നേടിയിട്ടുണ്ട്. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC ഡയമണ്ട് ഹാർബർ FC സെമി പോരാട്ടം പുരോഗമിക്കുന്നു. കൊൽക്കത്തയിലാണ് മത്സരം. ക്വാർട്ടറിൽ മോഹൻ ബഗാനെ 2-1 കീഴടക്കിയാണ് ഈസ്റ്റ് ബംഗാൾ അവസാന 4-ൽ ഇടം പിടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെയും കൊൽക്കത്തയിൽ 5,200 കോടിയിലധികം രൂപയുടെയും വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 130ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 സുപ്രധാന ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ. വിമർശിച്ച പ്രതിപക്ഷം ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പണം ഈടാക്കിയുള്ള ഓൺലൈൻ ഗെയിമിംഗ് സേവനങ്ങൾ, പരസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വിലക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ 2025 പാർലമെന്റ് പാസാക്കി. അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിനായി 1,100 കോടി രൂപ അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി.
ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.